വി.ഡി. സതീശൻ സർക്കാർ സംഘപരിവാറിൻ്റെ വിനീത ദാസന്മാരുടെ സർക്കാരാണ് എന്നും എല്ലാവർക്കും മനസ്സിലാവുന്നതുപോലെ വ്യക്തമായി വരികയാണ്. ബി.ജെ.പിക്ക് 3 MLA-മാരാണ് കേരള നിയമസഭയിൽ ഉള്ളതെങ്കിലും ഭരണത്തിൽ അവരുടെ അജണ്ടയാണ് UDF ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. RSSനോടുള്ള വിധേയത്വം ഓരോ മന്ത്രിമാരും മത്സരിച്ചുകൊണ്ട് പ്രഖ്യാപിക്കുക. ചില മന്ത്രിമാർ പതുക്കെയും ചില മന്ത്രിമാർ ഉറക്കെയും RSSനോടുള്ള കൂറ് പരസ്യമാക്കി പ്രഖ്യാപിച്ച് വരുന്നു. PMAY പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന വീടുകളിൽ മോഡിയുടെ പടവും ലോഗോയും വെക്കുന്നതിൽ എന്താണ് കുറ്റം, തെറ്റ് എന്നാണ് KM ഷാജി എന്ന മന്ത്രി ചോദിക്കുന്നത്. കേന്ദ്രവുമായി അൺഹെൽത്തി ഡിബേറ്റിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഷാജി ന്യായീകരിക്കുന്നത്. ഇത് അൺഹെൽത്തി ഡിബേറ്റിന്റെ പ്രശ്നമല്ല, ജനങ്ങളുടെ ആത്മാഭിമാനത്തിന്റെ വിഷയമാണ്. വീട്ടുകാരുടെ ആത്മാഭിമാനം പണയപ്പെടുത്തി ആരോ കൊടുത്ത ഒരു വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നത് എന്ന ഒരു ബോധം അവരിൽ ഉണ്ടാക്കുന്നതിന് ഒരുക്കമല്ല എന്ന ഉറച്ച നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിൻ്റെ ഗവൺമെന്റ് സ്വീകരിച്ച നിലപാട്. യഥാർത്ഥത്തിൽ ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് PMAY പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയത്. 5 ലക്ഷത്തിലധികം വീട് നിർമ്മിച്ചു കഴിഞ്ഞു. 1 ലക്ഷത്തിലധികം വീടിന്റെ നിർമ്മാണം നടന്നു വരികയാണ്. ഈ 6 ലക്ഷം വീടിന്റെയും നേരത്തെ പറഞ്ഞതുപോലെ, ഷാജി പറയുന്നത് പോലെ, ഒരു തരത്തിലും മോഡിയുടെ പടമോ ലോഗോയോ വെക്കാൻ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് തയ്യാറായിരുന്നില്ല. ഈ 6 ലക്ഷം വീട് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായിട്ട് ലൈഫ് പദ്ധതിയിൽ 1,01,000-ലധികം വീട്, 1,01,437 വീടാണ് നഗരങ്ങളിൽ ഈ PMAYയുടെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നത്. ആ 1,01,437 വീട്ടിലും ലോഗോ വെച്ചിരുന്നില്ല. ഗ്രാമീണ മേഖലയിൽ 34,265 വീടാണ്. ആ ഒരു വീട്ടിലും ലോഗോയോ ഫോട്ടോയോ പതിച്ചിരുന്നില്ല. പിന്നെ എന്തിനാണ് ഇപ്പോഴും RSSനെ പ്രീതിപ്പെടുത്താൻ KM ഷാജി അൺഹെൽത്തി ഡിബേറ്റിനില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ലോഗോയും അതുപോലെ തന്നെ ഫോട്ടോയും വെക്കുന്നതിൽ എന്താ കുഴപ്പം എന്ന ചോദ്യവുമായിട്ട് മുന്നോട്ടേക്ക് വരുന്നത്? MG സർവകലാശാലയിലും കാർഷിക സർവകലാശാലയിലും സംഘപരിവാർ അജണ്ട കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള 2 പേരെയാണ് ഗവർണർ താൽക്കാലിക VC-മാരായി നിയമിച്ചത്. MG സർവകലാശാലയിൽ 19 പേരെ RSS നേതൃത്വത്തിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടെ പ്രവർത്തിക്കുന്നവരെയാണ് സെനറ്റിലേക്ക്
ഗവർണർ നോമിനേറ്റ് ചെയ്തത്. ഈ നടപടിക്കെതിരായി മുഖ്യമന്ത്രി ഇന്നേ വരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. കേന്ദ്രവുമായി ഏറ്റുമുട്ടലില്ല എന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ശ്രീ റോജി എം ജോൺ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ PM ശ്രീയിൽ നിന്ന് പിന്നോട്ടേക്ക് പോകാനാവില്ല എന്നും മുസ്ലിം ലീഗിന്റെ നേതാവ് കൂടിയായ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി M ഷംസുദ്ദീനും ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞു. അറബിക്കടലിൽ ഒഴുക്കുമെന്നും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കില്ല എന്നും എല്ലാം പറഞ്ഞ പഴയ പ്രതിപക്ഷത്തിരുന്ന സന്ദർഭത്തിലുള്ളതെല്ലാം മാറ്റി പൂർണ്ണമായിട്ടും കേന്ദ്രത്തിന് കീഴടങ്ങുന്ന ഒരു നിലപാടാണ് അവർ സ്വീകരിച്ചത്. നിരവധി മേഖലയിൽ നടത്തിയിട്ടുള്ള നിയമനങ്ങൾ സംബന്ധിച്ച് അത് KPCC പ്രസിഡന്റിന്റെ പേഴ്സണൽ സ്റ്റാഫിലെ നിയമനം മുതൽ ദേവസ്വം കൈകാര്യം ചെയ്യാൻ നിശ്ചയിച്ച പ്രമുഖരായ ഗവൺമെന്റ് പ്ലീഡർ വരെ അവർക്ക് പിൻവലിക്കേണ്ടി വന്നു ഒരു മാസത്തിനിടയിൽ. ഇപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി N ശേഷാദ്രിയെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ്, ആ തീരുമാനം മന്ത്രിമാർ പോലും അറിഞ്ഞിട്ടില്ലെന്നും ശേഷാദ്രിനാഥൻ എന്ന് പറയുന്ന ആൾ സംഘപരിവാർ അനുകൂലിയാണെന്നും ഞങ്ങളാരും ഉന്നയിച്ച ഒരു കാര്യമല്ല. KPCC ജനറൽ സെക്രട്ടറി തന്നെ പരസ്യമായി രംഗത്ത് വന്ന് ആക്ഷേപം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ വരാൻ പോകുന്ന കാലത്ത് നിയമസഭാ ലോകസഭാ മണ്ഡലങ്ങളുടെ നിർണായകമായ പുനർവിഭജനം നടക്കാനിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ സംഘപരിവാർ അനുകൂലിയെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സ്ഥാനത്ത് തീരുമാനിക്കപ്പെട്ടത് എന്നാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി തന്നെ, കേരളത്തിലെ ജനറൽ സെക്രട്ടറി തന്നെ പറയുന്നത്. ധവളപത്രത്തിലും ബഡ്ജറ്റിലും പ്രതിഫലിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചർച്ച ചെയ്തതാണ്. സ്വകാര്യവൽക്കരണവും നമ്മുടെ സമ്പത്ത്, നമ്മുടെ ആകാശം, നമ്മുടെ ഭൂമി, നമ്മുടെ ജലം എല്ലാം കുത്തകകൾക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വത്തും വിൽക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ അജണ്ട VD സതീശൻ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. BJPയുടെ പഠന ശിബിരം KPCCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനത്തിൽ നടത്തുന്ന അവസ്ഥ വരെ എത്തിയിരിക്കുന്നു. ഇനി കോൺഗ്രസ് നേതൃത്വം എപ്പോഴാണ് KPCC ആസ്ഥാനം RSSന് വിട്ടു നൽകുന്നത് എന്ന കാര്യം മാത്രമേ അന്വേഷിക്കേണ്ടതുള്ളൂ. കേന്ദ്രത്തിന്റെ ഈ അധികാര പൂങ്കിൽ സർവ മേഖലയിലും RSS നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കടന്നാക്രമങ്ങൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നെഞ്ചുറുപ്പോടെ ചെറുത്തു നിന്നുകൊണ്ടാണ് കഴിഞ്ഞ 10 വർഷം LDF സർക്കാർ മുന്നോട്ടേക്ക് പോയിരുന്നത്. എന്നാൽ ഒരു മാസം കൊണ്ട് UDF സർക്കാർ RSSന് മുന്നിൽ മുട്ടിലെഴിയുന്ന കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.